സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് സോൾവ്ഡ് പ്രോബ്ലംസ് തരികയാണ്. GNP തന്നിട്ടുണ്ട് 5000 കോടി, ഡിപ്രീസിയേഷൻ 200 കോടി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് 150 കോടി. ഫൈൻഡ് NNPFC ആണ് കണ്ടുപിടിക്കേണ്ടത്. NNPFC എന്ന് പറഞ്ഞാൽ GNP-MPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, FC ആയതുകൊണ്ട് ടാക്സും കുറയ്ക്കണം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട FC ആണ്. അതുതന്നെ ഗ്രോസ് ആണ് തന്നത്, നെറ്റാണ് കണ്ടുപിടിക്കുക. രണ്ട് കാര്യം കണ്ടുപിടിക്കണം. ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, അതുപോലെ തന്നെ ടാക്സും കുറയ്ക്കണം. അപ്പം നമുക്ക് NNPFC കിട്ടും. അപ്പോൾ NNPFC ഈക്വൽ ടു GNP-MP മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമുക്ക് NNPFC ഈക്വൽ ടു GNP-MP തന്നിട്ടുണ്ട് 5000 മൈനസ് ഡിപ്രീസിയേഷൻ 200 മൈനസ് ടാക്സ് 150. അപ്പോൾ നമുക്ക് കുറച്ചാൽ 4650 കിട്ടും. അതാണ് NNPFC. ഇനി GNP-FC വേണമെങ്കിൽ കണ്ടുപിടിക്കാം. GNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ 5000 നിന്ന് 150 കുറച്ചാൽ 4850. അതാണ് GNP-FC. ഇതാണ് ഒരു പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 10000 തന്നിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ അന്തരാള ഉപഭോഗം റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് 4000 തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 1000 തന്നിട്ടുണ്ട്. ചോദ്യം ഫൈൻഡ് ഗ്രോസ് വാല്യൂ ആഡഡ് ആൻഡ് നെറ്റ് വാല്യൂ ആഡഡ്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം, അറ്റ കൂട്ടിച്ചേർത്ത മൂല്യം കണ്ടുപിടിക്കുക എന്നാണ്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യമാണ് തന്നിരിക്കുന്നത്, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ GVA എന്ന് നമുക്ക് കൊടുക്കാം. GVA ഈക്വൽ ടു ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ നമുക്ക് GVO തന്നിട്ടുണ്ട് 10000 തന്നത്. അതിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ അന്തരാള ഉപഭോഗം അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് 4000 തന്നിട്ടുണ്ട്. അപ്പം 10000 നിന്ന് 4000 കുറച്ചാൽ 6000 കിട്ടും. അതാണ് 6000 ആണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഈ നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. നെറ്റ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പം 6000 നിന്ന് നമുക്ക് 1000 കുറച്ചാൽ 5000. അതാണ് നെറ്റ് വാല്യൂ ആഡഡ്. പ്രോബ്ലം ഒന്ന് മൊത്തത്തിൽ കാണാം. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ വോയിസ് കേൾക്കുക, എന്നിട്ട് സൊല്യൂഷൻ്റെ വോയിസ് കേൾക്കുക. ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. വേജസ് തന്നിട്ടുണ്ട് മൊത്തം രാജ്യത്തിലെ 5000 കോടി എന്നൊക്കെ വേണമെങ്കിൽ സങ്കല്പിക്കാം. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 1000, റെൻറ്റ് തന്നിട്ടുണ്ട് 750, പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1500, NFIA തന്നിട്ടുണ്ട് 500. ചോദ്യം ഫൈൻഡ് NDPFC നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുക. NNPFC നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ NDPFC എന്ന് പറഞ്ഞാൽ നമ്മൾ വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും റെൻറ്റും എല്ലാം കൂട്ടുക എന്നുള്ളതാണ്. അതാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് പ്രകാരം ഈ വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും W+I+P+R ഇതെല്ലാം കൂട്ടുക. വേജ് തന്നിട്ടുണ്ട് 5000, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 1000, അതുപോലെ തന്നെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 1500, അതുപോലെ തന്നെ NFIA വിദേശത്തു നിന്നുള്ള റെൻറ്റ് 750. ഇത് രണ്ടും ഈ 4 ഘടകങ്ങൾ കൂട്ടിയാൽ മൊത്തം 8250 കിട്ടുന്നു. അതാണ് NDPFC എന്ന് പറയുന്നത്. ഇനി NNPFCയെ കണ്ടുപിടിക്കുന്നത്. NDPFCൻ്റെ കൂടെ വിദേശത്തുള്ള വരുമാനവും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? NNPFC കിട്ടും. അപ്പോൾ NDPFC നമുക്ക് തന്നിട്ടുണ്ട് 8250. അതിൻ്റെ കൂടെ വിദേശത്തുള്ള വരുമാനം 500 കൂടി ചേർത്താൽ 8750 ആണ് NNPFC. ആദ്യം പറഞ്ഞത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്. ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ നെറ്റ് ഡൊമസ്റ്റിക് ആഭ്യന്തര ഉൽപ്പന്നമാണ്, മറ്റേത് ദേശീയ ഉൽപ്പന്നമാണ്. അപ്പോൾ ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ കൂടെ വിദേശത്തു നിന്നുള്ള വരുമാനം കൂടി ചേർത്തിട്ടാണ് നമുക്ക് നാഷണൽ എന്നുള്ള വരുന്നത്. നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം
ഡൊമസ്റ്റിക് NDPFC ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് കൂടെ വിദേശത്തുള്ള വരുമാനം കൂടി ചേർക്കുന്നു. അപ്പം നാഷണൽ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. GDP MP തന്നിട്ടുണ്ട് 65,665. കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ 2250. NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വിദേശത്തു നിന്ന് ലഭിക്കുന്ന അറ്റഘടക വരുമാനമാണ് 750 തന്നിട്ടുണ്ട്. ഫൈൻഡ് GNP ആൻഡ് NDP. GNPയും NDPയും കണ്ടുപിടിക്കാം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും നെറ്റ് നാഷണൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. ഒന്ന് നാഷണലാണ്, ഒന്ന് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇത് മാർച്ച് 2013 ഒരു ക്വസ്റ്റ്യനാണ്. ആദ്യം നമുക്ക് GNP കണ്ടുപിടിക്കാം. GDPയുടെ കൂടെ വിദേശത്തുള്ള വരുമാനം ചേർത്താൽ NFIA ചേർത്താൽ നമുക്ക് GNP കിട്ടും. അപ്പോൾ GDP നമുക്ക് തന്നിട്ടുണ്ട് 65,665 തന്നിട്ടുണ്ട്. പ്ലസ് വിദേശത്തുള്ള വരുമാനം NFIA 750 തന്നിട്ടുണ്ട്. കൂട്ടുക. അപ്പം നമുക്ക് 66,415 കിട്ടും. ഇനി NDP എന്ന് പറഞ്ഞാൽ NDP GDP മൈനസ് ഡിപ്രീസിയേഷനാണ്. GDP നമുക്ക് തന്നിട്ടുണ്ട് 65,665 മൈനസ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ മറ്റൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തേയ്മാനത്തിൻ്റെ മറ്റൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൺസംഷൻ എന്ന് പറയും. ഓർക്കേണ്ട കാര്യമാണ് ഡിപ്രീസിയേഷൻ്റെ മറ്റൊരു പേര്. അപ്പം അങ്ങനെയും തരാം. അപ്പം ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് 2250. അപ്പം GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ 2250 കുറയ്ക്കുന്നു. അപ്പം 63,415 കിട്ടും. ഇത് 2013 മാർച്ചിലെ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, പ്രോബ്ലം എന്നിട്ട് എഴുതിയെടുക്കാം, മനസ്സിലാക്കാം. ഈ വോയിസും കൂടി ശ്രദ്ധിക്കുക. ഇത് എഴുതിയെടുക്കുന്ന സമയത്ത് വോയിസും കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. നോമിനൽ GDP തന്നിട്ടുണ്ട്, റിയൽ GNP തന്നിട്ടുണ്ട്. GNPയും GDPയും ആക്കാം. അതിപ്പോൾ GNP ഡിഫ്ലാറ്ററാണ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നത് GNP ആയതുകൊണ്ടാണ്. GDP ആണെങ്കിൽ GDP ഡിഫ്ലാറ്റർ എന്ന് പറയും, GNP ആണെങ്കിൽ GNP ഡിഫ്ലാറ്റർ എന്ന് പറയും. ഇപ്പോൾ നോമിനൽ GDP തന്നിട്ടുണ്ട്, റിയൽ GNP തന്നിട്ടുണ്ട്. നോമിനൽ GNP 3000 ആണ്, റിയൽ GNP 2500 ആണ്. ചോദ്യം ഫൈൻഡ് GNP ഡിഫ്ലാറ്റർ എന്നാണ്. GNP ഡിഫ്ലാറ്റർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. നോമിനൽ GNP ഡിവൈഡ് ബൈ റിയൽ GNP ഇൻറ്റു 100. അപ്പോൾ നോമിനൽ GNP തന്നിട്ട് 3000 ആണ്, റിയൽ GNP തന്നിട്ട് 2500 ആണ്. അത് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു, 100 ശതമാനത്തിലേക്ക് മാറ്റുന്നു. അപ്പം 120 ആണ് GNP ഡിഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ. എൻ്റെ അർത്ഥം ബേസ് ഇയറിൽ 100 ആണ്, 100 120 ആയി എന്ന് പറഞ്ഞാൽ 20% വില വർദ്ധിച്ചു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ പ്രോബ്ലം ഫുള്ളായിട്ട് കാണിക്കാം.